ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റംസാൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും അതിൻ്റെ കൂടെ ഒരു അടിപൊളി ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. പുട്ടൊക്കെ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയായിരിക്കും, എന്നാലും കുറച്ച് പേരെങ്കിലും തയ്യാറാക്കുമ്പോൾ പുട്ടൊന്ന് ഹാർഡായിട്ട് ഇരിക്കുന്ന കാണാം. ഞാനിവിടെ കാണിക്കുന്നത് പോലെ തയ്യാറാക്കുകയാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നാലും പുട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അതേപോലെ എല്ലാവരും പുട്ടുപൊടിയൊക്കെ വെച്ചിട്ടായിരിക്കും പുട്ട് തയ്യാറാക്കുന്നത്. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മൾ നോർമലായിട്ട് ഉള്ള അരിപ്പൊടി വെച്ചിട്ടാണ്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ തയ്യാറാക്കുന്ന ആ നോർമലായിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടാണ് ഇന്ന് പുട്ട് തയ്യാറാക്കുന്നത്. അതേപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇന്ന് ഞാനിവിടെ പുട്ട് തയ്യാറാക്കുന്നത് വെള്ളമൊന്നും ചേർക്കാതെ നമ്മുടെ മിക്സിയുടെ ജാറിലാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോർമലായിട്ടുള്ള അരിപ്പൊടിയാണ്. അതേപോലെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. റോസരിയോ വെള്ളരിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ റോസരിയുടെ ചോറാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ചോറ്, വേവിച്ച ചോറ് എന്നൊരു കണക്കിൽ വേണം നമ്മൾ എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറ് മൂടി വെച്ചിട്ട് നമുക്ക് 1-2 സെക്കൻഡ് ആ പൾസ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് കറക്കിയെടുക്കണം. അങ്ങനെ കറക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡിയായിട്ട് കിട്ടും. പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ പുട്ടുപൊടി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുട്ടുണ്ടാക്കാനുള്ള പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും പുട്ടുപൊടിയൊക്കെ ഇട്ട് നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതാ നല്ലതുപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെള്ളമൊന്നും ചേർക്കാതെ, നമ്മൾ കൈയൊന്നും നനയ്ക്കാതെ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുട്ടാണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കടലക്കറിയുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് കടല ഇതേപോലെ ഒരു 8-9 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്കത് ഒന്ന് കഴുകിയിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നെതുക്കെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു 3-4 വിസിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കാം. ഇനി കടല വേവുന്ന സമയം കൊണ്ട് ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, 1 തക്കാളി അരിഞ്ഞതും, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, അതേപോലെ ഒരു 9-10 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം. ഇത്രയൊന്ന് വരുന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഈ സവാളയൊക്കെ ഒരുപാടങ്ങ് വരട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മിക്സിയിലിട്ടതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത്രയൊന്ന് വരന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, അതേപോലെ 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാലയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ആ മസാലകളുടെയൊക്കെ പച്ചക്കൊത്ത് മാറുന്നത് വരെ നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം.
അപ്പോൾ അതാ നല്ലതുപോലെ മസാല ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കടല ഇവിടെ റെഡിയായിട്ട് 4 വിസിലൊക്കെ കേട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തൊന്ന് നോക്കാം. അതാ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് കടല മാത്രം മാറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്കൊരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ മസാലയാണ്. അതിനുശേഷം അതൊന്ന് വെള്ളവും കൂടെ ചേർത്തൊന്ന് കഴുകി അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. നല്ല തിളയ്ക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടുക് വറുത്തതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈസി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. അതേപോലെ കടലക്കറി, ആ കടല വേവുന്ന താമസം മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.